നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആളുകൾക്ക് ഇപ്പോഴും നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോഴും ഒരുപാട് രീതിയിലുള്ള കൺഫ്യൂഷൻസ് ആണ് ഇപ്പോഴും നിങ്ങൾക്കുള്ളത്. അതായത് എന്ത് ട്രീറ്റ്മെൻറ്റ്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഹെയർ ഫോൾ അല്ലെങ്കിൽ ഒരു മുടിയുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് ഐഡിയൽ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺസൾട്ടേഷൻ പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ മുടിയെ കുറിച്ചൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഹെയർ ഫോളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്. അതായത് ഒരു പരിധി കൂടുതൽ അങ്ങ് മുടി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോളിക്കിൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്താ പറയുക നല്ലപോലെ ഉള്ളു പോയി എന്നുള്ളൊരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റും, അതല്ല ഉള്ളു കുറവാണ്, തിന്നിങ് ആണ്, കൊഴിച്ചിലൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ഈ വളം കൊടുക്കൽ പരിപാടി, അതായത് PRP, GFC അല്ലെങ്കിൽ ഈ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനെ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പരിധി കൂടുതൽ അങ്ങ് മുടി പോയിട്ടുള്ളൊരു ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വളം കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ PRP, GFC പോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്താൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്നല്ല, നിങ്ങൾക്ക് അതിനെക്കൊണ്ടുള്ള ഗുണം കിട്ടില്ല. കാര്യം നമ്മൾ മുടി നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഫോളിക്കിൾ റൂട്ട് അടക്കം നമ്മുടെ സ്കിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അവിടെ പുതിയ ഫോളിക്കിൾ വരുന്നതല്ല. നേരെ മറിച്ച് ഉള്ളു കുറവാണ്, കൊഴിച്ചിലാണല്ല, അതായത് നല്ല മുടിയൊക്കെ ഉണ്ട് പക്ഷേ ഉള്ളു പോയതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാടി കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ചെയ്യരുത്. കാര്യം നമ്മൾ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുടി അവിടെ ഉള്ളതിൻ്റെ മേലെ കൂടെ നമ്മൾ മുടി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതും വർക്ക് ചെയ്യില്ല, അവിടെ ഉള്ളതും ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്തൊക്കെ ഉപരി നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ഇൻവേർട്ട് ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ട് അവിടെ ചെറിയ സിസ്റ്റ് പോലെയും കുരുക്കൾ പോലെയൊക്കെ വരാനൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത്തരം റീസൺസ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഒരിക്കലും ഉള്ളു കുറവിനെ ചാടി കയറി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യരുതെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഉള്ളുകുറവിനൊക്കെയാണ് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മുടി നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ എക്സിസ്റ്റിംഗ് മുടികൾ പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ ഗ്യാപ്പായി ഉള്ളുകുറവൊക്കെ തോന്നാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അതായത് ഇത്രയും കാര്യമായിട്ട് ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തിട്ടും നിങ്ങൾക്ക് വിചാരിച്ചൊരു പ്രയോജനം കിട്ടുന്നില്ലല്ലോ എന്നൊരു ഫീല് വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. ഇനി അങ്ങനെ തോന്നിയാൽ തന്നെ നമുക്കത് ഒന്നും കൂടെ ബാക്കിൽ നിന്ന് മുടി എടുത്തിട്ട് ഒന്നുകൂടെ ഫില്ല് ചെയ്തിട്ട് അത് റെഡിയാക്കാവുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നിങ്ങൾ ചെയ്യുമ്പം കഴിവതും അതൊരു രണ്ടാം പണിക്ക് പോകാത്ത രീതിയിൽ തന്നെ ആദ്യമേ തന്നെ അത് ക്ലിയറായി കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അല്ലേ എന്ന് കരുതിയിട്ടാണ് ഉള്ളുകുറവ് ആയിട്ട് വരുന്ന ആളുകളുടെ അടുത്തൊക്കെ നല്ലപോലെ മുടി പോയിട്ട് ചെയ്താൽ പോരേ എന്നൊരു സജഷൻ പോലും ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു സജഷൻ പറയുമ്പോഴത്തേക്ക് ഇപ്പം യങ് ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് 25 വയസ്സിന് താഴെയുള്ള ആളുകളൊക്കെ ചില ആളുകൾ ചോദിക്കാറ്, ഈ ഒരു ഏജിൽ മുടിയില്ലാതെ നടന്നിട്ട് ഇനിയിപ്പോൾ പ്രായം കൂടിയിട്ടാണോ മുടി വെക്കേണ്ടത്, ഈ ഒരു ഏജിലല്ലേ മുടി വേണ്ടെന്ന് ചോദിക്കാം. അങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും പറയാനും പറ്റില്ല. കാര്യം ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് അല്ലേ, ഇതൊരു കോസ്മെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ലേ, ഒരു അസുഖമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചോയ്സാണ് എന്ത് ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഉള്ളുകുറവ് പോലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഏതൊരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാലും ഒരു പക്ഷേ അവർ ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കത് ഐഡിയലി നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് സ്വയം ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് പറയുക. അതല്ലാതെ ഈ മാർക്കറ്റിംഗ് ടീമോ അല്ലെങ്കിൽ ഈ എന്താ പറയുക നിങ്ങൾ ക്യാൻവാസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്കൊന്നും ഒരിക്കലും പോകാതിരിക്കുക. സ്വയം എപ്പോഴും ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തെറ്റില്ലാത്തൊരു ഡോണർ ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു കാമോഫ്ലേജ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നല്ല കഷണ്ടികൾക്ക് ഒരു മറ വരാനേ നിങ്ങൾ കരുതാൻ പാടുള്ളൂ. അത് നിങ്ങൾ കാലക്രമേണ പരിസ്ഥിതിയോടെ കണ്ടാണ് ഇത് ചില ആളുകൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിമാരകമായിട്ടുള്ള മുടി വരുന്നുള്ളൊരു ചിന്ത വരുന്നത്. അങ്ങനെ ഒരു നല്ല ഒരു ജന്മനാളുള്ള പോലത്തെ റിസൾട്ട് വന്നവരും ഉണ്ട്, ഇല്ലയെന്നുമല്ല, എത്രയോ പേർക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്നാലും പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ജന്മനാള പോലത്തെ ഒരു രീതിയിലുള്ള മുടി വരുന്ന ഒരിക്കലും നിങ്ങൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന മുടിയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അനുസരിച്ചാണ് നിങ്ങൾക്ക് എത്ര റിസൾട്ട് വരുന്നുള്ളത് പറയാനും പറ്റാം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് മുടിയും കൂടെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആ മുടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ അത് പ്രിസർവ് ചെയ്യാനുള്ള GFC, PRP ഉള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് മുടിയും കൂടെ അതിൻ്റെ കൂടെ പ്രിസർവ് ചെയ്ത് കൊടുത്താലേ നിങ്ങൾക്ക്
ആ ഒരു ഫിനിഷിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ളൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. ചില ആളുകൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും എക്സിസ്റ്റിംഗ് മുടി പ്രിസർവ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കാണ് ഫ്യൂച്ചറിൽ ഇതേപോലെ വീണ്ടും ഉള്ളുറവൊക്കെ വരാനായിട്ടുള്ളൊരു ചാൻസ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന മുടിക്കെന്ന് പറഞ്ഞാൽ ഒരേ ഒരു പ്രത്യേകതയുള്ളൂ. അതായത് തലേൻ്റെ ബാക്കിൽ നിന്ന് ഡോണറിൽ നിന്ന് എടുക്കുന്ന മുടി ആയതുകൊണ്ട് തന്നെ കഷണ്ടിയുടെ ഹോർമോൺ ബാധിക്കില്ല, അല്ലെങ്കിൽ കഷണ്ടിയുടെ ഭാഗമായിട്ട് പോവില്ല എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രത്യേകതയും നമ്മൾ ഈ വെച്ച മുടിക്ക് ഇല്ല. അതായത് പ്രായം കൂടുമ്പോഴുള്ള തിന്നിങ് എന്തായാലും ഉണ്ടാവും. അതേപോലെ പ്രായം കൂടുമ്പോൾ നരക്കേണ്ട മുടിയാണെങ്കിൽ നരയ്ക്കും. അതേപോലെ ഇപ്പം വെക്കുന്ന ആ മുടീൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കില്ല ഒരു 10, 15, 20 വർഷം കഴിയുമ്പോഴത്തേക്ക്. അതായത് ആ പ്രായം കൂടുമ്പോഴുള്ള തിന്നിങ് സ്വാഭാവികമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നിങ്ങളുടെ നല്ല ലൈഫ് സ്റ്റൈൽ അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നല്ല ഭക്ഷണ രീതി അല്ല എന്നൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ മുടിയിനോട് ബാധിക്കാവുന്ന എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരികയാണ്, നിങ്ങളത് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെച്ച മുടി മാത്രമല്ല എക്സിസ്റ്റിംഗ് മുടീനെയും ഈ പറഞ്ഞ പോലെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ആളുകൾ ചോദിക്കാനുള്ളൊരു കാര്യമാണ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും മെഡിസിൻ എടുക്കണോ എന്നുള്ളത്. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. അത് നമുക്കൊരിക്കലും ഡോക്ടേഴ്സിനെ അത് നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ എടുത്തേ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അസുഖമല്ല, ഒരു കോസ്മെറ്റിക് ആയിട്ടൊരു കാര്യമല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന മുടിക്ക് മെഡിസിൻസിൻ്റെ ആവശ്യമില്ല. അതായത് പ്രത്യേകിച്ച് ആ DHT ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിനൊന്നും ആവശ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിക്കില്ല. കാര്യം നമ്മൾ ഓൾറെഡി DHT എഫക്റ്റ് ചെയ്യാത്ത ഏരിയ എന്നുള്ള മുടി എടുത്തിട്ടാണ് വെക്കുന്നത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിക്കല്ല, എക്സിസ്റ്റിംഗ് മുടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ DHT ബ്ലോക്കർ മെഡിസിനൊക്കെ ഡോക്ടേഴ്സ് എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിക്കും എക്സിസ്റ്റിംഗ് മുടിക്കും ബൂസ്റ്റിങ്ങിനായിട്ടാണ് മിനോക്സിൽ എന്ന് പറഞ്ഞ മരുന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പം നിങ്ങൾ എക്സിസ്റ്റിംഗ് മുടിയും നമ്മൾ വെച്ച മുടിയും കൂടെ രണ്ടും കൂടെ അത് പ്രിസർവ് ചെയ്ത് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതേപോലെ ഉള്ളുറവ് തിന്നിങ് ഒക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ GFC, PRP പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതൊന്നും പെർമനൻ്റ് അല്ല. നമ്മൾ വളം കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ചെടി കുഴിച്ചിട്ടിട്ട് എത്ര തവണ വളം കൊടുക്കണമെന്ന് ചോദിച്ച പോലെയാണത്. അപ്പം ഇനീഷ്യലി ഒരു ഫ്യൂ സെഷൻസ്, അതായത് ഒരു മിനിമം ഒരു 3 മുതൽ 5 സെഷൻ വരെയെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നണം അതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതിനനുസരിച്ചാണ് വീണ്ടും നമ്മളിനി ചെയ്യണോ, എത്ര സിറ്റിങ്സ് ചെയ്യണം, എത്ര ഗ്യാപ്പിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ആലോചിക്കാനായിട്ട് പറ്റുക. അപ്പം കുറച്ച് പേര് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സിറ്റിങ്സ് PRP, GFC ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലൈഫിൽ ഒരിക്കലും മുടി പോവില്ല, അത്രയും തിക്കായിട്ട് മുടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിത് മെയിൻറ്റെനൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇതൊന്നും പെർമനൻറ്റ് ക്യൂർ അല്ല. ഇനി കുറച്ച് സിറ്റിങ്സ് PRP, GFC ചെയ്തിട്ടും നിങ്ങൾക്ക് യാതൊരു ഹെയർ ഫോളിൽ കുറവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ മെഡിസിനും കൂടെ എടുക്കേണ്ടി വരും. ഒന്നെങ്കിൽ മെഡിസിൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമായിട്ടുള്ള എന്തോ ഒരു അണ്ടർലൈങ് ഇഷ്യൂ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുടിയിലൂടെ ബാധിക്കാവുന്നത്. അങ്ങനെ ഒരു അണ്ടർലൈങ് ഇഷ്യൂ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എത്ര ബൂസ്റ്റിംഗ് കൊടുത്തിട്ടും നിങ്ങൾക്ക് ആ റിസൾട്ട് തോന്നാത്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില ആളുകൾ പറയും ഞാൻ കുറേ GFC, PRP ഒക്കെ ചെയ്തു, എനിക്ക് ഹെയർ ഫോൾ കുറയുന്നില്ല എന്ന്. അപ്പോൾ എത്രമാത്രമാണ് ഹെയർ ഫോൾ എന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ പറയാറുള്ള കാര്യം ഒരു 10-30 മുടി അല്ലെങ്കിൽ ഒരു 50 മുടി വരെയൊക്കെ പോകുന്നുണ്ട് ഡോക്ടറെ എന്നാണ് പറയാറ്. അപ്പം അതെന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു 30 മുതൽ ഒരു 50 അല്ലെങ്കിൽ ഒരു 50 ചോട വരെയൊക്കെ പോകുന്നത് നോർമലാണ്. അത് സാധാ രീതിയിൽ കൊഴിയുന്ന ഒരു രീതി മാത്രമാണത്. നമ്മൾ നാച്ചുറലി കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ GFC, PRP ചെയ്താൽ ഒരിക്കലും അത് മാറുന്നു വരിക്കരുത്. അതിപ്പോൾ നിങ്ങൾ എത്ര ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും, എത്ര ഡയറ്റ് ഫോളോ ചെയ്താലും, എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താലും ഒരു 10-30 മുടി വരെ പോകുന്നതൊക്കെ പക്ക നോർമലായിട്ട് കരുതാൻ പറ്റുള്ളൂ. അല്ലാതെ 0 ഹെയർ ഫോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. ആ മുടിയുടെ ആയുസ് കഴിയുമ്പം ആ മുടി അവിടെ കൊഴിയും. അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കുറേ പേര് വിചാരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ദിവസം ഈ കൊഴിയുന്ന മുടി തീർന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പ് കാലിയായി പോകണം എന്നുള്ള പോലെ, അല്ലെങ്കിൽ കഷണ്ടി ആവുന്ന എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളിപ്പോൾ ദിവസം ഈ കൊഴിയുന്ന മുടി, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ദിവസം കൊഴിയുന്ന മുടി തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് എന്നോ കാര്യമോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൊഴിഞ്ഞു പോകുന്ന സ്ഥലത്ത് ഉടനെ തന്നെ പുതിയ മുടി വരുന്നുണ്ട്. പക്ഷേ ആ പുതിയ വരുന്ന മുടി പഴയ മുടിനെക്കാട്ടും ഒരു ശകലം തിന്നായിട്ടായിരിക്കും വരിക എന്നുള്ളതാണ്. അതിനാണ് ഈ പ്രായം കൂടുമ്പോഴുള്ള തിന്നിങ് എന്ന് പറയുന്നത്. ഇതേ കൊഴിച്ചിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വരി പാരമ്പര്യമായിട്ടുള്ള കഷണ്ടിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കൊഴിച്ചിൽ നടക്കുന്നതെങ്കിൽ അവിടെയും പുതിയ മുടി ഉണ്ടായിട്ട് വരും. പക്ഷേ ആ പുതിയ വരുന്ന മുടി എത്രമാത്രം തിന്നായിട്ടായിരിക്കും വരിക എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു അണ്ടർലൈങ് ഇഷ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അങ്ങനെ ആ മുടി വീണ്ടും കുറച്ച് നാൾ നിൽക്കും, വീണ്ടും കൊഴിയും, അടുത്തത് വരും, അത് അതിലും തിന്നായിരിക്കും. അങ്ങനെയാണ് ഓരോ റൗണ്ട്, ഓരോ ഹെയർ സൈക്കിൾ കഴിയുമ്പോഴും മുടി തിന്നായിട്ട് അവസാനം ആ ഫോളിക്കളെ അവിടെ നിന്ന് പോയിട്ട് അങ്ങനെയാണ് അവിടെ കഷണ്ടി ആവുക അല്ലെങ്കിൽ ഗ്യാപ്പ് ആവുകയോ ചെയ്യുന്നത്. അല്ലാതെ ദിവസം കൊഴിഞ്ഞു പോകുന്ന മുടി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കാമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പോൾ ചില ആളുകൾ കൺസൾട്ടേഷൻ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ മുടി പിടിക്കുമ്പോൾ ഇങ്ങനെ പോവുകയാണ്, എപ്പോൾ നോക്കിയാലും മുടി ഒരുപാട് പോവുകയാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വേഗം കഷണ്ടി ആവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട.
ഈ PRP GFC പോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഉള്ള മുടീനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്. ഫോളിക്കിൾ പോയിട്ടുള്ളൊരു സ്ഥലത്ത് ഇത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പുതിയ ഫോളിക്കിൾ ഉണ്ടായി വരുന്നതല്ല. അത്തരം കേസുകളിൽ നമ്മൾ കുറച്ച് മുടി വെച്ചു കൊടുക്കാൻ വേണ്ടി വരും, അതായത് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ ഏജും അങ്ങനത്തെ ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് എന്ത് ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത് നോക്കേണ്ടത്. അപ്പം ഏതൊരു ക്ലിനിക്കിൽ നിങ്ങൾ കൺസൾട്ടേഷന് പോകുമ്പോഴും സ്വയം ഇത്തരം ഒരു കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക, അല്ലെങ്കിൽ സ്വയം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രം നിങ്ങൾ പോവുക. അപ്പം ഇത്തരത്തിലുള്ള ചൂഷണത്തിനൊന്നും ഇരയാവാതിരിക്കുക. അതായത് ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വളരെ ഉള്ളുകുറവുള്ള കേസുകൾക്ക് വരെ ട്രാൻസ്പ്ലാന്റേഷൻ റെക്കമെൻഡ് ചെയ്ത് ഓവർ എക്സ്പ്ലനേഷൻ കൊടുത്ത ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതി, പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള ആളുകളൊക്കെ. അപ്പം ഒരിക്കലും നിങ്ങൾ അതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. എപ്പോഴും ഐഡിയപരമായിട്ട് ചിന്തിച്ചിട്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ ചൂസ് ചെയ്യുക. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യം. അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.